ലോകസംഭവങ്ങൾ കർത്താവിൻ്റെ വരവ് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. ആത്മീയ ജീവിതത്തെ ഗൗരവമായിട്ട് കാണുന്ന ആളുകൾ ആത്മീയ വളർച്ചയിലേക്ക് എങ്ങനെ എത്താം എന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായും അവർക്കുള്ളതാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളും പ്രബോധനങ്ങളുമെല്ലാം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന വിളിപ്പേരുള്ള യോഹന്നാൻ എഴുതുവാൻ തനിക്ക് മറ്റു അനവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളെല്ലാം പ്രധാനമായിട്ടും ദൈവത്തെയും ദൈവത്തിൻ്റെ സഭയെയും സ്നേഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുവാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഉണർത്തുകയായിരുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ ഉള്ള വചനങ്ങൾ, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെയാണ് അറിയുന്നത്? വളരെ വ്യക്തമായിട്ട് പറയുന്നു, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ എല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അറിയാം. നാം വായിച്ച തിരുവചന ഭാഗത്ത് വിശ്വാസത്തെക്കുറിച്ചും അനുസരണത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ, വിശ്വാസമാണ് മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നത്, അനുസരണമാണ് അങ്ങനെ നയിക്കപ്പെട്ടു വന്ന മനുഷ്യനെ നിലനിർത്തുന്നത്, സ്നേഹമാണ് ആ വ്യക്തിയെ കൃപയിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. ഈ 3 ഗുണങ്ങളും ഒരു വ്യക്തിയിൽ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ മാത്രം ധന്യമാകുന്നതാണ് അവൻ്റെ ആത്മീയ ജീവിതം. അതുകൊണ്ട് വിശ്വാസം, അനുസരണം, സ്നേഹം, ഇതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ 3 ഗുണങ്ങളും വേർതിരിച്ച് ആർക്കും നിർത്തുവാൻ പറ്റുകയില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തെ സ്വീകരിക്കുവാനുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന പോലെ ആണ് നാം വിശ്വാസത്തെ കാണേണ്ടത്. വിശ്വാസം വെറും ഒരു തത്വമല്ല, അതൊരാശയമല്ല, അത് നമ്മുടെ ആത്മാവിൻ്റെ ദിശാമാറ്റമാണ്. വിശ്വസിക്കുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന രൂപാന്തരം ബലഹീനതകളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് തിരിയുന്ന നിമിഷങ്ങളാണ്. വിശ്വാസമാണ് ജീവിതത്തിന് പുതിയ അർത്ഥവും ലക്ഷ്യവും നൽകുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം, യേശു എൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ ലോകത്തിൽ വെളിപ്പെട്ട ദൈവമാണെന്നുള്ള വിശ്വാസം, അത് അംഗീകരിച്ച് ഏറ്റുപറയുമ്പോൾ, അത് പ്രസ്താവിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യപടി നാം ചവിട്ടുകയാണ്. അനുസരണം അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിശ്വാസം രൂപപ്പെടുമ്പോൾ അതിൻ്റെ ദൃശ്യമായ ഒരു രൂപമാണ് അനുസരണം. വിശ്വാസമാർക്കും കാണുവാൻ സാധ്യമല്ല. എന്നാൽ വിശ്വാസമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ദൃശ്യമായ ഒരു രൂപമായിട്ട് നമുക്ക് അനുസരണത്തെ കാണുവാനായിട്ട് കഴിയും. ഉള്ളിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ജീവിക്കുവാൻ ആരംഭിക്കുന്നത് അനുസരണത്തിലൂടെയാണ്. ആരുടെയും നിർബന്ധത്താലുള്ള അനുസരണമല്ല, ഭയത്തിൽ നിന്നുള്ള അനുസരണമല്ല. ഈ അനുസരണം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നുള്ളതാകുന്നതാണ്. ഈ അനുസരണമാണ് അവൻ്റെ ജഡസ്വഭാവത്തെ ശുദ്ധീകരിക്കുന്നത്, അവനെ ക്രിസ്താനുരൂപനാക്കി മാറ്റുന്നത്, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവനെ വഴി നടത്തുന്നത്. ഒടുവിൽ വിശ്വാസവും അനുസരണവും
ഒരു വ്യക്തിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി സ്നേഹത്തിൻ്റെ നിറവിലേക്ക് എത്തിച്ചേരുന്നു. സ്നേഹം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് സ്നേഹത്തിൽ വസിക്കുന്നവൻ, ജീവിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. സ്നേഹം ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ വിശ്വാസം വരണ്ടിരിക്കുന്നു എന്നാണ്. സ്നേഹമില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി അനുസരണം ഭാരമായിട്ട് കാണുന്ന വ്യക്തിയാണ്. എന്നാൽ സ്നേഹമുള്ളിടത്ത് വിശ്വാസം ജീവനുള്ളതായിരിക്കും. ആനന്ദത്തോടു കൂടിയായിരിക്കും ആ വ്യക്തി ദൈവത്തെ അനുസരിക്കുന്നത്. അതാണ് ഇന്നത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. അവിടെ പറയുന്നു, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ആ വ്യക്തി ദൈവത്തിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് നമുക്കറിയാം. അവൻ്റെ കൽപ്പനകൾ അങ്ങനെ നടക്കുന്ന ആർക്കും ഒരിക്കലും ഭാരമല്ല. പലർക്കും ദൈവകൽപ്പനകൾ ഭാരമായിട്ട് മാറുന്നതിൻ്റെ കാരണം വരണ്ട വിശ്വാസവും അനുസരണം ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ വിശ്വാസം, അനുസരണം ഇത് രണ്ടും നമ്മിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്കൊരിക്കലും ഭാരമുള്ളതായി അനുഭവപ്പെടുകയില്ല. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണം. വിശ്വാസവും അനുസരണവും സ്നേഹവുമുള്ളവരായി ഞങ്ങൾ ജീവിക്കട്ടെ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ.